നിങ്ങൾ ഒരാണാണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ കമന്റ് എടുക്കാം. നമുക്ക് പൊതുവെയുള്ള അഭിപ്രായം കുറച്ച് ചോദിക്കാം. പിന്നെ നമുക്ക് ബോച്ച ഹണി റോസിന്റെ വിഷയത്തിലുള്ള അഭിപ്രായം ചോദിക്കാം. കൂടാതെ കുറച്ച് ഫണ്ണീസ്. പേരെന്താണ്? ദിയ. റിയ. രണ്ടാളും ഇവിടെ തന്നെ കോഴിക്കോട് തന്നെയാ? അല്ല, വയനാട്. നിങ്ങൾ രണ്ടാളും ഒരു ദിവസത്തേക്ക് ആണായി എന്ന് വിചാരിക്കുക, എന്തൊക്കെ ചെയ്യും? ട്രിപ്പ്. പിന്നെ ഒറ്റയ്ക്കുള്ള ട്രിപ്പുകൾ പോകും. നൈറ്റ് റൈഡ്. ഗേൾസ് ചെയ്യാൻ പറ്റൂല? പറ്റും, പക്ഷെ നമുക്ക് വീട്ടിലൊരു ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെന്തൊക്കെ ചെയ്യും? വേറെ എന്തൊക്കെ ചെയ്യും? ഓക്കെ, ഇപ്പൊ മറ്റേ ഹണി റോസിന്റെയും ബോച്ചന്റെയും വിഷയം വരുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ ആരെ ഭാഗത്ത് നിൽക്കും? ആരെ ഭാഗത്ത് നിൽക്കും പറഞ്ഞു? ഹണി റോസിന്റെ റീസൺ നമ്മുടെ ഓരോരുത്തരും ചോയ്സ് ആണല്ലോ. അതിപ്പോ ആരും ചോദ്യം ചെയ്യാനോ അതിന് ആകർഷണം അവരുടെ കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു 4 മാസം 5 മാസത്തിന് ശേഷമാണ് കേസ് കൊടുത്തത്. ആ സ്പോട്ടിൽ കേസ് കൊടുത്തിട്ടില്ല. അപ്പൊ എന്ത് പറയും? സ്പോട്ടിൽ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ? അവര് തെറ്റ് പറ്റിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, ചുമ്മാ ചോദിച്ചൊന്നുമില്ല കേട്ടാ. എന്റെ ഐഡിയ അൽസോ ട്രിക്സ് എന്നാണ്, ഇൻസ്റ്റാഗ്രാമിൽ അൽസോ ട്രിക്സ്. അപ്പൊ ശരി, താങ്ക് യു. ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടാളും ഒരു ദിവസത്തേക്ക് പെണ്ണായി എന്ന് വിചാരിക്കാം, എന്തൊക്കെ ചെയ്യും? അതായത് പെണ്ണായാൽ എന്തൊക്കെ ചെയ്യും? ഇതൊന്നും വരില്ലല്ലോ. എന്ത് ചെയ്യും? പെണ്ണായ നമ്മളിപ്പോ ആണുങ്ങളാണോ? പിന്നെ ആണെന്നാ നല്ലത്? ആണോ നല്ലത് പെണ്ണോ നല്ലത്? എന്താ നമ്മളിപ്പോ ഇതില് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇത് ഫോട്ടോ നിങ്ങോട്ട് വരിക. ഓക്കെ, ഹണി റോസിന്റെയും ബോച്ചന്റെയും വിഷയമുണ്ട്. ആരെ ഭാഗത്തേക്കും? അത് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബോച്ചയുടെ സൈഡിൽ നിൽക്കാൻ പറ്റില്ല. ബോച്ചയുടെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഹണി റോസിന്റെ സൈഡിൽ ആള് ബോച്ച എന്ന് പറയുമ്പോ എല്ലാം ഈ ഒരു ടൈപ്പിൽ പറയുന്ന ആളാണോ? ഡബിൾ മീനിങ്. ആ ഒരു സെൻസിൽ എടുക്കണോ കുഴപ്പമില്ല. പക്ഷെ അത് മറ്റുള്ള ആർക്ക് കേട്ടാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ ആരെ ഭാഗത്ത് നിൽക്കുന്ന പറഞ്ഞാല് ഞാൻ ഒരാളെ ഭാഗത്ത് നിൽക്കാൻ പറ്റും. ആളെ എന്നെയാണ് പറയണതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാനത് ആ ഒരു സെൻസിൽ എടുക്കും. ഞാൻ ബോച്ചയുടെ സൈഡിൽ പെണ്ണാണെങ്കിൽ നിങ്ങളെ കുറിച്ച് എങ്ങനെ പറഞ്ഞാൽ പെണ്ണാണെങ്കിലോ ഇരുത്തി ചിന്തിക്കുന്നതായിരുന്നു. പെണ്ണാണെങ്കിൽ ഞാൻ പ്രതികരിക്കും, പറയാൻ പറ്റില്ല. നമ്മളൊരുവിധം ബോഡി ഷേമിംഗ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കുമല്ലോ. പെണ്ണാണെങ്കിൽ ചിലപ്പോ പ്രതികരിച്ചു. അജിൽ. അബിൻ. എവിടെ? കോഴിക്കോട് തന്നെയാ? തൃശ്ശൂര്. ബീച്ച് കാണാൻ വന്നതാ? അല്ല, ലീവായിരുന്നു. ഓക്കെ, താങ്ക് യു. അൽസോ ട്രിക്സ് അതോടെ ഉണ്ടോ? ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. ശരി, എന്തൊക്കെ ചെയ്യും? ഞാനോ? എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യൂല. പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? നിങ്ങളാണെങ്കിലോ? നിങ്ങളൊരു ആണായെങ്കിലോ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? എന്നാലും ഗേളാണോ ആവുന്നത് നല്ലത്, ബോയ് ആണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായം. ഓരോരുത്തർക്ക് അതേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ആണുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പെണ്ണായത് ഒന്നും ചെയ്യാൻ പറ്റൂല. ചെയ്യാനില്ല. പെണ്ണാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും, അത്രേ ഉള്ളൂ. എന്റെ പേരെന്ത്? ഐശ്വര്യ. ആരതി. നിങ്ങൾ രണ്ടാളും അന്ധൻ വിചാരിക്കാം. രണ്ടാളും അന്ധൻ. നിങ്ങൾക്ക് ഫുഡ് വേണം, നിങ്ങൾ എങ്ങനെ ചോദിക്കും? നിങ്ങൾ അന്ധൻ വിചാരിക്കാം, നിങ്ങൾക്ക് ഫുഡ് വേണം, നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഒരാളോട് നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് എങ്ങനെ ചോദിക്കും? എന്നാലും നിങ്ങൾക്ക് പറയാലോ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എങ്ങനെ നിങ്ങൾ ഫുഡ് ചോദിക്കും? അന്തരല്ലേ, വായ കൊണ്ട് ചോദിച്ചൂടെ? പിന്നെ ഇത്ര ആലോചിക്കണ്ടേ? ഇത്ര ആലോചിക്കാനുണ്ടോ അതിനേല്? ഓക്കെ, നിങ്ങൾ രണ്ടാളാണ് മറ്റേ ഒരു ദിവസത്തേക്ക് ആണായി വിചാരിക്കാം, എന്തൊക്കെ ചെയ്യും? സാധാരണ ചെയ്യുന്നൊക്കെ തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ആണുങ്ങൾ ചെയ്യുന്ന എന്താ പറയാ, അവരെ പോലെ പോണം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒന്നും ഉണ്ടോ? ഇല്ല, ഫ്രീഡത്തിൽ തന്നെ ഉള്ളത്. വേണ്ട, എനിക്ക് കാണാവണ്ട. ഓക്കെ, താങ്ക് യു. എന്ത് പേരെന്ത്? നിഹാൽ. അമീർ. എവിടെ സ്ഥലം? ബാലുശ്ശേരി. നിങ്ങള് ഒരു അന്ധനാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം, എങ്ങനെ ചോദിക്കും? ആരുടെങ്കിൽ പോയി കുറച്ച് വെള്ളം തരുമോ ചെയ്യും. നിങ്ങളെങ്ങനെ ചോദിക്കും? ചോദിക്കാൻ എങ്ങനെ വെള്ളം വേണമെന്ന് എങ്ങനെ ചോദിക്കും?
സംസാരിക്കാൻ പറ്റിയല്ലോ. സംസാരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരു ദിവസത്തേക്ക് പെണ്ണായി വിചാരിക്കാം, എന്തൊക്കെ ചെയ്യും? പെണ്ണായി പറഞ്ഞപ്പോ നമ്മളെ സൊസൈറ്റിയിൽ ഗേൾസിനൊക്കെ രാത്രി കൂടുതൽ ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ ബോയ്സിന് പൊതുവേ പറ്റും. അപ്പൊ അത് രാത്രി കൂടുതൽ ഇറങ്ങി നടക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ അത് നീ ഇപ്പൊ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഗേളായി കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങി നടക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു. ഓക്കെ, ഇയാൾ എന്ത് ചെയ്യും? ഞാൻ ദിവസം പുറത്തോട്ട് നടക്കും. അപ്പൊ എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്ന കാര്യം മാത്രമേ ഇല്ലൂ. എന്തായാലും താങ്ക് യു. ശരി, അക്കൗണ്ട് ഇതാട്ടാ.